ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂക്ഷ്മദർശിനി സിനിമ കണ്ടവരുണ്ടോ? അപ്പോൾ അതിൽ നമ്മുടെ നസ്രിയ അവരുടെ ഒരു എന്താ പറയുക ഹൗസ് വൈഫ് ആയിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് വീട്ടിൽ ഫുള്ള് നിൽക്കുമ്പോൾ ചുരിദാർ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ കാണാൻ പോയി. അപ്പോൾ കുറേ കാലമായിട്ട് ഞാനും ഇടാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയാ ടീഷർട്ടൊക്കെ എളുപ്പമാന്ന് തോന്നിയപ്പോൾ ടീഷർട്ടിലേക്ക് മാറി. എന്നാലും ഇടയ്ക്ക് ഇടും കേട്ടോ നമ്മുടെ വീട്ടിൽ. കുറേ പേര് അമ്മമാരായിക്കോട്ടെ അങ്ങനെ അല്ലാത്തവരെ അങ്ങനെ എല്ലാവരും കുറേ പേര് ചുരിദാർ ഇടണവരില്ലേ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടി എളുപ്പമായിട്ടും പിന്നെ എനിക്ക് എന്തായാലും മേടിക്കണം, കാരണം എൻ്റെ അടുത്ത് കുറേയൊക്കെ പഴയതായി പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ മേടിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ച് വില കുറവിന് മേടിക്കാന്ന്. അതായത് നമുക്ക് എന്താ പറയാ വലിയ നമുക്കിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര കട്ടിക്കുള്ള സംഭവം ഒന്നും വേണ്ടല്ലോ. അപ്പൊ കനം കുറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടിയും കുറെ നാള് നീണ്ടു നിൽക്കണം, അതുപോലെ തന്നെ വില കുറവില് അങ്ങനെ നോക്കി മേടിക്കാന്ന് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചധികം എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടില് ചുരിദാർ ഇടുന്നവർക്ക് എന്താ പറയാ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും നമുക്ക് കുറെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള നോക്കാന്ന്. അപ്പൊ അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ സെറ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. അതായത് ഒരു 3-4 എണ്ണത്തിന് 500 രൂപയിലുള്ള 4 എണ്ണം അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, താഴെ കൊടുക്കാം, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇട്ടിട്ട് കാണാൻ പറ്റൂട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഞാൻ പാന്റ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ളത്, ടോപ്പ് സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ളത്. അക്കി നമുക്ക് വില കുറവിനാണ് കിട്ടുന്ന പോലത്തെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ വന്നിട്ട് ഈ ഒരു ടോപ്പാ. ഇത് നമുക്ക് ഇങ്ങനെ പോളിസ്റ്റർ മിക്സിംഗ് ആണ്. മിക്സിംഗ് മീൻസ് ഞാൻ ഇതിന്റെ കറക്റ്റ് ഒരു എന്താ പറയാ ഏത് മെറ്റീരിയലാന്നുള്ളതേ ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്രേപ്പാണ് മെറ്റീരിയൽ വന്നിട്ട്, ക്രേപ്പാണ്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് കുർത്തകളാണൊക്കെ. അപ്പൊ ആദ്യത്തെ വന്നിട്ട് അതാണ്. കൈ നമുക്ക് ഇത്രയ്ക്കുണ്ട്. അതുപോലെ തന്നെ സ്മോൾ, ലാർജ്, മീഡിയം അങ്ങനെ കുറച്ചധികം സൈസ് XXL വരെ ഉണ്ട് കേട്ടോ. അപ്പൊ അതങ്ങനെയാണ് വരുന്നത്. നമുക്കിങ്ങനെ എന്താ പറയാ നിഴലടിക്കൊന്നുമില്ല, നമുക്കിങ്ങനെ കനം കുറവാണ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ക്രേപ്പ് മെറ്റീരിയലാ. അപ്പോൾ ഭയങ്കര സുഖമുണ്ട് കേട്ടോ, ഭയങ്കര സുഖമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ചായ ഇളകാത്ത പോലത്തെ ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ കാലം നീണ്ടു നിൽക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ. പിന്നെ നെക്കൊക്കെ വന്നിട്ട് കുറച്ചിങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ആ ഒരു ടൈപ്പാ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബ്ലൂയിലാട്ടോ. ബ്ലൂ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഈ ചിത്രങ്ങളില്ലേ, ഇതിങ്ങനെ ചില ഒരു സൈസ് പ്രിന്റ് ഇല്ലേ, അതല്ല ഇത് ഉള്ളതാട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പൂവില്ല, കഴുകിയാലും പോവാത്ത ടൈപ്പാ. ഇതെങ്ങനെയാണ് ഇത് വരുന്നത്. കൈ ഇതുമാതിരി. അതുപോലെ തന്നെ കഴുത്തൊരു റൗണ്ട് നെക്കാണ് വരുന്നത്. രസമുണ്ട് കാണാനായിട്ട്. ഇതും ക്രേപ്പ് മെറ്റീരിയലാ, സ്ട്രെയിറ്റ് കുർത്തിയാട്ടോ. നമുക്കിവിടെ സ്ലിറ്റ് ഉണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഇതാട്ടോ അടുത്തത്. ഞാൻ ഇതിന് പാന്റ് കാണിച്ചു തരാം. പാന്റ് ഇത് ടോപ്പുകൾ കഴിഞ്ഞിട്ട് പാന്റ് കാണിച്ചു തരാം. ഒരു ബ്ലാക്കിൽ പെട്ടിട്ടുള്ളതാ. ഇതും അങ്ങനെ തന്നെ, കൈ ഇങ്ങനെ അത്യാവശ്യം അപ്പൊ ഇതൊരു 100-500 രൂപയിൽ 3-4 എണ്ണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അഫോർഡബിൾ ആട്ടോ. അപ്പൊ നമുക്ക് കുറെ കാലം നിൽക്കുകയും ചെയ്യില്ലേ. അപ്പൊ ഇതെങ്ങനെ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാ. അങ്ങനെയാണ് വരുന്നത്. സ്ലിറ്റ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് അടുത്തത് വന്നിട്ട് ഈ ഒരു ഇതിന്റെ കളർ പറയാൻ കിട്ടുന്നില്ലേ കളർ. ഇങ്ങനെയാണ് വരുന്നത്. ഇതും ഒക്കെ ഒരേ ടൈപ്പായിട്ടോ വരുന്നത്. പല പല മെറ്റീരിയൽ, അതായത് ഡിസൈനുകളാണ് മാത്രം. സ്ട്രെയിറ്റ് കുർത്തകള്. അത് അടുത്തത് നമുക്കിവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് നമ്മളൊരു ബ്ലൂ കണ്ടില്ലേ, അതിന്റെ തന്നെ ഒരു വേറൊരു കളർ, ഒരു മെറൂൺ മാതിരി. ഇതങ്ങനെയാണ് വരുന്നത്. കൈയൊക്കെ ഇത്ര ഉണ്ട്. പിന്നെ സ്ലിറ്റ് ഉണ്ട്, സ്ട്രെയിറ്റ് കുർത്ത. പിന്നെ അങ്ങനെ ഭയങ്കര ലൈറ്റ് വെയിറ്റ്, അതായത് കനം കുറവാട്ടോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സുഖമാണ് ഇടാനായിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു മൾട്ടി കളറാട്ടോ. ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുറച്ചും കൂടി ഡാർക്ക് അതാട്ടോ. ഇതും ഒരു ക്രേപ്പ് മെറ്റീരിയലാ. ഇതെങ്ങനെയാണ് വരുന്നത്. ഭയങ്കര ഒരു സുഖം ഇടാനായിട്ട്. ഇനി വരുന്നത് കുറച്ചൊരു ഉദിച്ച കളറാ. പക്ഷെ കുഴപ്പമില്ല. അമ്മ കണ്ടപ്പോ അമ്മ ഇതിന് കളർച്ച് കൂടി അമ്മ കളർ എന്ന് പറഞ്ഞു. ഇത് കുറച്ചൊരു ലൈൻസ് കണ്ട ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ തോന്നണം, ഇങ്ങനെ ഒരു ലൈൻസ് ആയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇതും സെയിം തന്നെ. നമുക്ക് നിഴലടിക്കൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത അങ്ങനെ നിഴലടിക്കില്ല. പക്ഷെ നമുക്ക് കനം കുറവാണ്. അങ്ങനത്തെ കേട്ടോ. ക്രേപ്പ് നമ്മുടെ ഇതും ആ ക്രേപ്പിൽ തന്നെ വരുന്നതാ. പിന്നെ സ്ട്രെയിറ്റ് കുർത്തിയാട്ടോ. ഇനി അടുത്തത് ഇത് അവസാനത്തെ വന്നിട്ടൊരു ഡാർക്ക് വൈൻ പോലത്തെ ഒരു കളറാ. നമുക്ക് ചുങ്കിടി എന്നൊക്കെ പറയില്ല, അതിന്റെ പോലത്തെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് കുർത്ത ഇതാട്ടോ വരുന്നത്.
ഇനി നമുക്ക് പാൻറ്റുകൾ നോക്കാം. പാൻറ് ഞാൻ മേടിച്ചത് മീഷോന്നാട്ടോ. ഇതൊക്കെ മേടിച്ചത് അജിയോന്നാണ്. പാൻറ് മേടിച്ചത് മീഷോന്ന് സെപ്പറേറ്റ് മേടിച്ചത്. അപ്പം ഞാൻ പല ടൈപ്പ് പാൻറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൈപ്പ് വന്നിട്ട് നമുക്ക് കുറച്ച് കോട്ടൺ ആണ്, നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ പലാസോ മാതിരി ഇതിന്റെ ഒരു വർക്ക് കണ്ടത്, ത്രെഡിന്റെ വർക്ക് ഉണ്ട് ഇവിടെ. ഇങ്ങനെ അടിഭാഗം കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ മുന്നേ. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ ചെറിയൊരു വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ട്. ഇങ്ങനെയാ വരുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇടാം പലാസോ ആയിട്ട്. അപ്പോൾ നമ്മൾ കണ്ടതിന്റെ ഗ്രീൻ ഉണ്ട്, സെയിം ആ ഒരു തന്നെ. നമുക്കിത് പുറത്തേക്ക് പോകുമ്പോഴും ഇടാം കേട്ടോ, നല്ലതാണ്. കോട്ടനാന്ന് മാത്രം കേട്ടോ, നല്ല കോട്ടന് വടി പോലെ നിൽക്കും. പക്ഷെ ഒരു അലക്ക് കഴിയുമ്പോൾ കുറച്ചും കൂടി തളർന്നു തോന്നുന്നു. പിന്നെ ദേ അതിന്റെ റെഡ്, നമുക്ക് ഏത് മാറി മാറി ഇടാം. നമുക്കിപ്പോൾ ഇതിന്റെ തന്നെ ചുരിദാറിന്റെ തന്നെ പാൻറ് വേണമെന്നൊന്നുമില്ലല്ലോ, നമുക്ക് ഏകദേശം മാച്ച് ആവണം. ഇപ്പൊ ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ഈ ബ്ലാക്കിന്റെ കൂടെ, നമ്മളിപ്പോ ഈ ഒരു ബ്ലാക്കിന്റെ കൂടെ നമുക്ക് ഇതിങ്ങനെ പെയർ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല രസമായിട്ട് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഭംഗി ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ ഇടാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. ചെറിയൊരു നല്ല ഭംഗിയുണ്ട് കാണട്ടോ കാണാനായിട്ട്. അപ്പം അങ്ങനെ 3 കളർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു കളർ പപ്പട കളറും, പിന്നെ ഈ ഒരു ഡാർക്ക് ഗ്രീനും, ഈ ഒരു റെഡും, ഈ ഒരു ബ്ലാക്കും, ഇങ്ങനെ 4 എണ്ണമാണ് മേടിച്ചത്. പിന്നെ ഞാൻ മേടിച്ചത് നമുക്കിങ്ങനെ ആംഗിൾ ലെങ്ത് പോലത്തെ, അപ്പം ആംഗിൾ ലെങ്ത് പോലെ നമുക്ക് ഇടണമെന്ന് താല്പര്യം തോന്നി, അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ ഞാനായിട്ട് കോംബോ ആയിട്ട് മേടിച്ച ഒരു ബ്ലാക്ക് ആംഗിൾ ലെങ്ത് ആണ്. ഇതെങ്ങനെ വരാം, ബാക്കിൽ നമുക്ക് ഇലാസ്റ്റിക്കും ഇവിടെ നമുക്ക് കുറച്ചൊരു പട്ട മാതിരി ഇങ്ങനെ വലിച്ച് കെട്ടാൻ പറ്റും, ഒരു വള്ളിയുണ്ട്. പിന്നെ ദേ നമുക്ക് ആംഗിൾ ലെങ്ത് വരുന്നത് ഇവിടെ ചെറിയൊരു സ്ലിറ്റ് മാതിരി ഉണ്ട്, ഇങ്ങനെ ബ്ലാക്കിൽ വരുന്നത് കേട്ടോ ആംഗിൾ ലെങ്ത്. ഇത് ഒരെണ്ണം. പിന്നെ നമുക്കൊരു ഓഫ് വൈറ്റ് പോലത്തെ ഉണ്ട്, ആംഗിൾ ലെങ്ത് തന്നെ സെയിം. ഇതെങ്ങനെ. പിന്നെ നമുക്ക് വരുന്നത് ഒരു പപ്പട കളർ, നമുക്കൊരു പപ്പട കളർ ടോപ്പ് ഉണ്ട്. അതിനൊപ്പം നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറ്റുന്ന ടോപ്പിൻ്റെ കൂടെ സെയിം ആ ഒരു തന്നെയാണ് കേട്ടോ, ഇങ്ങനെ ആംഗിൾ ലെങ്ത് ആയിട്ട് വരുന്നത്. അങ്ങനെ ഇടാം. പിന്നെ നമുക്ക് ബ്ലാക്കിൽ തന്നെ വേറൊരു ചെറിയൊരു തിളക്കുണ്ട് ഇതുമേ, അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇപ്പൊ ദാ ഈ ഒരു കളർ ചുരിദാർ കണ്ടില്ലേ, ഇതിന് കൂടെ നമുക്ക് ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റും. ദാ ഈ ഒരു ഇതിന്റെയും നമുക്ക് കോട്ടൺ തന്നെയാണ് കേട്ടോ, നമുക്ക് ആംഗിൾ ലെങ്ത് ആണ് വരുന്നത്. ചെറിയൊരു സ്ലിറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട്. ഇതാ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്, ഇത്രയാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. നമുക്ക് അത്യാവശ്യം വീട്ടിൽ ചുരിദാർ അങ്ങനെ അധികാരം ചെയ്യുന്നത് കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിക്കാണ്ടാണോ എനിക്കറിയില്ല. അപ്പോൾ വീട്ടിൽ ചുരിദാർ ഇടുന്നവർ കുറേ പേർ റിക്വസ്റ്റും ചെയ്യാറുണ്ട്, കുറേ പേര് ടീഷർട്ട്. ഇപ്പം നമ്മൾ എപ്പോഴും ടീഷർട്ടല്ലേ കാണിക്കുക, അപ്പോൾ ചുരിദാർ ഇടുന്നവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. അതായത് ഭയങ്കര ലക്ഷറി ആയിട്ട് നിൽക്കുന്നവർക്ക്, അത്യാവശ്യം നമുക്കൊരു സാധാരണക്കാർക്കും അത്യാവശ്യം നമുക്ക് പറ്റുന്നതാണ്. നമുക്ക് അത്യാവശ്യം വീട്ടിലിടാം. ഇതിപ്പോൾ ഏത് ഏജുകാർക്കും ചുരിദാർ ഇടണവർക്കൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചുരിദാറുകളാണ്. നമുക്ക് ഒരു കലക്ക് കഴിഞ്ഞത് എന്താ പറയുക, പിന്നിപ്പൂ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല, നല്ല മെറ്റീരിയലും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴുകിയിട്ടില്ല കേട്ടോ, അത് കാരണം എനിക്കങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ കളർ പോവാത്ത ടൈപ്പാണ്. അതുപോലെ തന്നെ നമുക്കിത് എന്താ പറയുക, ലൈനിങ്ങും കുറെ കട്ടിയൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഒരു സുഖമായിട്ട് കെടുക്കും. അതുപോലെ തന്നെ പാൻറ്റും ടോപ്പുമായിട്ട് ഞാനല്ല മേടിച്ച്, രണ്ടും വെവ്വേറെ സൈറ്റുകളിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ലിങ്ക് ഒക്കെ കൊടുക്കാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.